ഒരു AI ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്ന അത്രയും കറണ്ട് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കോടിക്കണക്കിന് ആൾക്കാർ ഒരേ സമയം AI ഇമേജ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്രത്തോളം പവർ വേണ്ടി വരും എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ AI യുഗത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ AI സിസ്റ്റമൊക്കെ ഓടണമെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു സസ്റ്റൈനബിളും റിലയബിളും ആയിട്ടുള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ന്യൂക്ലിയർ പവറാണ്. ചീപ്പാണ്, അതുപോലെ തന്നെ പ്രകൃതിയിൽ വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. നമുക്കതുകൊണ്ട് ഈസി ആയിട്ട് അൺലിമിറ്റഡ് കറണ്ട് ഉണ്ടാക്കാം. പക്ഷേ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി ആൾക്കാരുടെ ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ന്യൂക്ലിയർ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് എനിക്കൊരു പ്രീവിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതൊരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ്, ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന, ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സീക്രട്ടാണ്, പുറത്തേക്കൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജനറലി നെറ്റിലൊക്കെ നോക്കി ഇതിനെപ്പറ്റി തപ്പി കണ്ടുപിടിച്ചു. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഒരു കൂളിംഗ് റിസർവിൽ വയ്ക്കും എന്നുള്ള കാര്യമാണ്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് സ്റ്റീൽ കണ്ടെയ്നറോ അല്ലെങ്കിൽ കോൺക്രീറ്റിലോ ആ സാധനം വച്ചതിന് ശേഷം പിന്നെ കുറേ നാൾ വയ്ക്കും. അതിന് ശേഷം അത് ഒന്നല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ഉണ്ട്, അതല്ലെങ്കിൽ അത് ഭൂമിക്കടിയിലോ വലിയ ഏതെങ്കിലും ബങ്കറിലോ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് ഒത്തിരി വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും അത് ഡീക്കേ ആവാനായിട്ട്. അപ്പോൾ അതാണ് ന്യൂക്ലിയർ പവറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആൾക്കാർക്കുള്ള വലിയൊരു കൺസേൺ എന്ന് പറയുന്ന സംഗതി അതാണ്. പക്ഷേ ഇതിൽ ഈ പറയുന്ന ഈ വലിയ കൺസേൺ ഉണ്ടാക്കുന്ന സംഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഹോളിവുഡിനെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഹോളിവുഡ് സിനിമകൾ അതുപോലെ തന്നെ സീരീസുകളൊക്കെ ഇതിനെ വലിയ രീതിയിൽ ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഭയങ്കര അപകടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജനറലി പബ്ലിക്കിന് ഈ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വലിയൊരു പേടിയുള്ളത്. പക്ഷേ മര്യാദയ്ക്ക് അവരിത് ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്ര അധികം പ്രശ്നമൊന്നുമില്ല. കാരണം ഓൾറെഡി പല രാജ്യങ്ങളിൽ ഇത് റണ്ണിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അന്ന് ആ വീഡിയോയിൽ മെൻഷൻ ചെയ്ത കാര്യമാണ്, ഒത്തിരി രാജ്യങ്ങൾ, ഇപ്പോൾ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. പുറകോട്ട് പോയതിന് ശേഷമാണ് അവർക്ക് പറ്റിയ അമളി അവർക്ക് മനസ്സിലായത്. കാരണം അവിടെ ഇപ്പോൾ പവറിൻ്റെ ചാർജുകളൊക്കെ വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ തന്നെ പറയാൻ തുടങ്ങി ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി ജർമ്മനിയിലൊക്കെ ഒരുപക്ഷെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ തിരിച്ചു കൊണ്ടുവന്നേക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു ന്യൂക്ലിയർ ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജർമ്മനിയൊക്കെ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത കണ്ടത്. വീണ്ടും ചൈന ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് ലോകത്തെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. തോറിയം ബേസ്ഡ് ന്യൂക്ലിയർ റിയാക്ടർ അവർ അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. അവരതിൽ നിന്നും കറണ്ട് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഗോബി ഡെസേർട്ടിലാണ് ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉള്ളത്. അപ്പോൾ 2030 10 വാട്ടിലേക്ക് സ്കെയിലപ്പ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വലിയൊരു ബ്രേക്ക് ത്രൂ ആണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ കൺസേൺസ് ഒക്കെ നമുക്കറിയാം. നിലവിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ ഓടുന്നത് യുറേനിയം ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽ വെച്ചിട്ടാണ്. അപ്പോൾ ലോകത്തുള്ള അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മെജോറിറ്റി പവർ പ്ലാന്റുകളും റൺ ചെയ്യുന്നത് യുറേനിയം ബേസ്ഡ് ഫ്യൂവലിലാണ്. അപ്പോൾ യുറേനിയത്തിനാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളത്, അപകട സാധ്യത, അതുപോലെ തന്നെ പൊട്ടിത്തെറി, പിന്നെ ഈ ന്യൂക്ലിയർ ഫ്യൂവലിൻ്റെ പ്രശ്നം, ഇങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉള്ളത് യുറേനിയത്തിനാണ്. അതേസമയം തോറിയം ഫ്യൂവലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് അപകടങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും വളരെ വളരെ കുറവാണ്. മാത്രമല്ല ഈ തോറിയത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കേരളത്തിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ കടൽ തീരത്തൊക്കെ വളരെയധികം സുലഭമായിട്ടുള്ളൊരു സംഗതിയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തോറിയം റിസർവ് ഉള്ളത് ഇന്ത്യയിലാണ്. 25% തോറിയം ലോകത്തിൻ്റെ ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചൈനയിൽ വലിയ രീതിയിൽ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ചൈന മുന്നിലേക്ക് പോയി എന്ന് കഴിഞ്ഞ മാസം ഒരു വാർത്ത വന്നിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇപ്പം എന്തായാലും ചൈനയുടെ ഈ ഒരു കണ്ടുപിടുത്തം, അതല്ലെങ്കിൽ ചൈന ഡെവലപ്പ് ചെയ്ത ഈ ഒരു ടെക്നോളജീനെ കുറിച്ച് പറയാം. ഇപ്പോൾ യുറേനിയം ബേസ്ഡ് റിയാക്ടർ പ്രഷറൈസ്ഡ് വെള്ളമാണ് കൂളൻ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ തോറിയം ബേസ്ഡ് റിയാക്ടറിലേക്ക് വന്നു കഴിയുമ്പോൾ മോൾട്ടൺ സാൾട്ടാണ്. അപ്പോൾ അതിന് 700 to 800 ഡിഗ്രി വർക്കിംഗ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂളൻ്റായിട്ടും അതുപോലെ തന്നെ കാരിയറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ടെക്നോളജി 1960-കളിലൊക്കെ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഉണ്ടായിരുന്നതാണ് അമേരിക്കയിലൊക്കെ. പക്ഷെ അവരൊന്നും ആ ഒരു സംഭവത്തിൻ്റെ പുറകെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ ഗവേഷണം നടത്താൻ അവിടെ മുതിർന്നില്ല. പകരം ചൈനയാണ് അതിനകത്തേക്ക് കൂടുതൽ ഗവേഷണം നടത്തി കൊമേർഷ്യൽ സ്കെയിൽ ഇത് ഉപയോഗിക്കാമെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് പകരം മോൾട്ടൺ സാൾട്ട് ഉപയോഗിക്കുമ്പോൾ അപകടങ്ങൾ നടക്കാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ തോറിയം റിയാക്ടറിൻ്റെ വേസ്റ്റ് ആയിരക്കണക്കിന് വർഷമൊന്നും എടുക്കില്ല ഡീക്കേ ആവാനായിട്ട്. മാത്രമല്ല മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇത് വയ്ക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ ഒരു മരുഭൂമി കൊണ്ടുപോയിട്ട് വേണമെങ്കിലും ഒരു റിയാക്ടർ സ്ഥാപിക്കാം എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. കാരണം
ഈ യുറേനിയം ബേസ്ഡ് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ അടുത്ത് തന്നെ വലിയൊരു വാട്ടർ സോഴ്സ് വേണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഈ ഒരു തോറിയം ബേസ്ഡ് റിയാക്ടറിന് വേണ്ടി വരില്ല. അപ്പോൾ ഏതെങ്കിലും കാട്ടു സ്ഥലങ്ങളിലോ മരുഭൂമിയിലോ കൊണ്ടുപോയി സാധനം വയ്ക്കാം. പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു ഫിയറും ഇതിൻ്റെ പുറകിൽ നിന്ന് ഉണ്ടാവില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള അപകടങ്ങളും റിസ്കുകളൊക്കെ കുറച്ച് മനുഷ്യന് അഡ്വാൻറ്റേജ് ആകുന്ന രീതിയിൽ പവർ ജനറേറ്റ് ചെയ്യാനുള്ളൊരു ടെക്നോളജിയാണ് ഇപ്പോൾ ചൈനയിൽ അപ്പ് ആൻഡ് റണ്ണിങ് ഉള്ളത്. ഇനി എന്ന് നമ്മളൊക്കെ ഇതിനകത്തേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം അതേ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളൊരു സംഗതിയാണ് തോറിയം എന്ന് പറയുന്നത്. നമുക്ക് ഈ സാധനം ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്.